ഹായ്. നമ്മുടെ ലൈഫിൽ ആളുകൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ആളുകൾ നമ്മൾ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ആളുകൾ ക്രിട്ടിസൈസും ജഡ്ജും ചെയ്യുന്നത്. ആളുകളുടെ മെൻറ്റാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് മൈൻഡ് എന്താണ്, ക്വാളിറ്റി ഓഫ് തോട്ട് എന്താണ്, അതിൽ നിന്നുകൊണ്ട് ആളുകൾ നമ്മളെ കാണുമ്പോഴാണ് ആളുകൾ ക്രിട്ടിസൈസും അൺനെസസറി ആയിട്ട് ക്രിട്ടിസൈസും ജഡ്ജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെയിം ആ സിറ്റുവേഷനെ രണ്ട് വ്യക്തികൾ കാണുമ്പോൾ രണ്ട് രീതിയിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു വൈഫാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ ഭാര്യ വേറൊരു സ്ത്രീയോട് പറയുകയാണ്, അതായത് എൻ്റെ ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, ആള് എപ്പോഴും വീട്ടിൽ അടിയാണ്, ഭയങ്കര ഒച്ചയും ബഹളവും ദേഷ്യമൊക്കെയാണ്, കൊച്ചുങ്ങളെയും വളരെയധികം തല്ലയും കാര്യങ്ങളൊക്കെ ചെയ്യും, ഒന്നും പറഞ്ഞിട്ട് ആളൊന്നും കേൾക്കുന്നില്ല, ആള് ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല, ഒന്നിനും തയ്യാറല്ല, ഒരു കോപ്പറേഷൻ ഇല്ല എന്നൊക്കെ പറയുകയാണ് വേറൊരു സ്ത്രീയോട്. അപ്പോൾ അതിൽ ആ സ്ത്രീ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അയാളെ തിരുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ് ഒരു സ്ത്രീ വന്നിട്ട്. അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തുകയും ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്നതാണ്. എന്തിനാണ്, വൈ ആർ യു ട്രൈങ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ് എന്നാണ് ഒരു സ്ത്രീ ഇവരോട് വന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇതേ കാര്യം തന്നെ, ഈ ഗോ ത്രൂ ചെയ്യുന്ന അതേ കാര്യം തന്നെ വേറൊരു സ്ത്രീയോട് എന്ന് പറയുമ്പോഴേക്കും അവർ അത് മനസ്സിലാക്കിയാണ്. കാരണം എന്തി കൂടിയാണ് ഗോ ത്രൂ ചെയ്യുന്നത് മനസ്സിലാക്കുകയും ഈ സ്ത്രീയെ കുറേ കൂടി ആശ്വസിപ്പിക്കുകയും, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു അവസ്ഥ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പീസ്ഫുൾനെസ് കുറച്ചും കൂടി ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കീപ്പ് ഓൺ ട്രൈയിങ്, ഐ എൻകറേജ് യുവർ എഫേർട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സെയിം സിറ്റുവേഷന് രണ്ട് വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് എക്സ്ട്രീമിലാണ്. അപ്പോൾ സിറ്റുവേഷൻ സെയിം ആയിരുന്നു, അല്ലേ? സിറ്റുവേഷൻ സെയിം ആയിരുന്നു, ആ സ്ത്രീ സെയിം ആയിരുന്നു, പക്ഷേ അതിന് ഒപ്പീനിയൻ പറഞ്ഞ രണ്ട് സ്ത്രീകളും രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ ഇതേപോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കുകയും കുടുംബത്തിൻ്റെ ഇത്തരത്തിലുള്ള അവസ്ഥയെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ത്രീ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരെ അപ്രീസിയേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ കൂടുതലായിട്ട് അവരെ ഹോപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ മറ്റേ സ്ത്രീ ഇതേപോലെ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തുള്ള എക്സ്പീരിയൻസ് ആൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് മനസ്സിലാവുന്നത് ദിസ് ഈസ് ഹാപ്പനിങ് സം കോറൽ, അല്ലേ, എന്തോ വഴക്കോ കാര്യങ്ങളൊക്കെ ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സെയിം സിറ്റുവേഷനിൽ ആളുകൾ നോക്കിക്കാണുന്നത് അവരുടെ പെർസെപ്ഷനും അവരുടെ ക്വാളിറ്റി ഓഫ് മൈൻഡ് ആയതുകൊണ്ടാണ് ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നത്.